പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല വരിക്കച്ചക്ക വെച്ച് നല്ലൊരു പൊറോട്ട റെസിപ്പിയാണ്. അതിനായിട്ട് നമ്മളൊരല്പം മൈദ എടുത്തിട്ടുണ്ട്. വരിക്കച്ചക്ക നന്നായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ഒരു ബൗൾ എടുത്തതിന് ശേഷം ബൗളിലേക്ക് നമുക്കൊരല്പം മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. അരച്ചു വെച്ചിരിക്കുന്ന ചക്ക കഷ്ണങ്ങളൊന്നും തന്നെ ഇല്ലാതെ നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ ചക്ക തന്നെ അരച്ചെടുത്തതാണ്. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. ചക്ക ഇട്ട് തന്നെയാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. ഒരല്പം എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. നല്ല മയത്തിലൊന്ന് സോഫ്റ്റ് ആയിട്ട് നമ്മളൊന്ന് ഉരുട്ടി നല്ല മയം വരുത്തിയെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇതുപോലെ നമ്മൾ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. കൈ വെച്ച് നമ്മൾ പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കത്തിയോ സ്പൂണോ എന്താണോ കൈ കിട്ടുന്നത് അത് വെച്ച് ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഈ വരഞ്ഞു കൊടുത്തതിന് നമുക്ക് മേളിൽ നിന്നൊന്ന് ചുരുട്ടി ഇങ്ങനെ എടുക്കണം. നീട്ടിയെടുത്തതിന് നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തു. ഇതുപോലെ നമ്മളെല്ലാം പരത്തി ഒന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട്. ഒരല്പം എണ്ണയും കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിത് മൂടി വെക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരല്പം എണ്ണ തൂത്ത് കൊടുക്കാം. ഒരു പുറം നന്നായി വെന്ത് വന്നപ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കൊടുക്കാം. ചക്കപ്പഴം കൊണ്ട് തയ്യാറാക്കിയ നല്ലൊരു പൊറോട്ടയാണ് ഇത്. ചെറു ചൂടോടെ കൂടി നമ്മൾ ഇടിച്ചെടുക്കുമ്പോൾ അത് പൊടിഞ്ഞു പോകാൻ ഒരുപാട് ഇടിക്കാൻ പാടില്ല, പൊടിഞ്ഞു പോകും. ലെയറായിട്ട് തന്നെ കിട്ടും. പക്ഷേ ഒരുപാട് അടിച്ചു കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകും. അധികം അടിക്കാതെ തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അടിക്കാതെ തന്നെ ഇത് സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക. ചെറിയൊരു മധുരത്തോടു കൂടിയാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. മധുരം ഇടാതെ തന്നെ ചക്കയുടെ മധുരത്തിലാണ് നമ്മളിത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുവാനേ പാടുള്ളൂ. നല്ല സോഫ്റ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്